ഹലോ, പച്ച മാങ്ങായി വെച്ചിട്ട് ഒരു ഒഴിക്കാനുണ്ടാക്കിയാലോ? പച്ചമാങ്ങ പച്ചടി ഉണ്ടാക്കാം. അപ്പോൾ ഇത് തോലൊന്നും കളയണ്ട കേട്ടോ. നമുക്കിതിനെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട്, ഇപ്പം ഞാൻ ഒരു മാങ്ങ എടുക്കുന്നുള്ളൂ. ഇച്ചിരി പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കതിനെ തീരെ ചെറുതാക്കണ്ട, ഇത്ര വെച്ചിട്ട് കട്ട് ചെയ്യാം. നമുക്ക് പച്ചമുളകിനെ നമുക്കിങ്ങനെ രണ്ടായിട്ട് കീറിയെടുക്കാവേ. ഇച്ചിരി ഉപ്പ് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച്, ഇച്ചിരി മതി, അടച്ചു വെച്ച് ഇച്ചിരി ഒന്ന് വേവിച്ചെടുക്കുക. എല്ലാം ഇച്ചിരി ഇച്ചിരിയാണ്. കുറച്ച് വെള്ളം, ഒരു മാങ്ങ, 3 പച്ചമുളക്, ഉപ്പും ഇട്ട് നമുക്കൊന്ന് ഒരു പകുതി വേവിൽ, ഒരുപാട് വെന്താൽ പുളി കൂടിപ്പോവും. അപ്പോൾ പകുതി വേവ് മതി. അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്ക് അതിനെ അരയ്ക്കാനായിട്ട് കുറച്ച് നല്ല ജീരകവും, കുറച്ച് മഞ്ഞൾപ്പൊടി, നമ്മൾ പച്ചമുളക് ഇട്ടിട്ടില്ലേ, അതുകൊണ്ട് കുറച്ച് മുളക് പൊടി മതി. ഇത്രയും കൂടി നമുക്ക് നല്ല പുളിശ്ശേരിക്കൊക്കെ അരയ്ക്കുന്ന പോലെ നല്ല മഷിയായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാവേ. വെന്തിട്ടുണ്ട്. ഈ വേവ് മതി. ഒരുപാട് ഉടഞ്ഞു പോയാൽ പുളി കൂടി പോകും. അപ്പോൾ നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്ക് അതിലോട്ടിട്ട് കൊടുക്കാവേ. നമുക്കിതും കൂടെ കഴുകി ഒഴിച്ചു കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം ഇത് എത്രത്തോളം വെള്ളം ഇനി വേണമെന്ന്. മതി, നല്ല ലൂസായിട്ടുണ്ട്. പിന്നെ ഇതൊന്ന് തിളയ്ക്കണ്ട, ഒന്ന് ചൂടായിട്ട് വന്നാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് കടുക് താളിച്ചിടുക. അപ്പോൾ നമുക്ക് മാറ്റിയിട്ട് കടുക് താളിക്കാൻ വയ്ക്കാം. നമുക്കിത് ഉള്ളി അരിഞ്ഞിട്ട് കടുക് താളിക്കാം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അത് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി നല്ല ചുവന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ പുളിശ്ശേരി അല്ലെങ്കിൽ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ട, നല്ല കളർഫുള്ളുമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. വേണമെങ്കിൽ ഇതിൽ നിങ്ങൾക്ക് തൈര് ഒഴിക്കാം. ഞാനിപ്പം മാങ്ങയുടെ പുളിപ്പേ ഉള്ളൂ, ഇച്ചിരി പുളിയുള്ള മാങ്ങ ആയതുകൊണ്ട് തൈര് ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ പച്ചമാങ്ങ പച്ചടിയുടെ ഫൈനൽ ലുക്ക് ഇതാണ്. ലുക്ക് മാത്രമല്ല, സ്വാദിലും ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എല്ലാവരും എന്നെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യൂ. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും. ഓക്കെ, താങ്ക് യു.